ഇതെന്താ ഇങ്ങനെ ഒരു അച്ചാർ? ഇങ്ങനെയാണ് അച്ചാറിടുന്നത്? ഏതൊന്നും ആരും ചോദിക്കരുത് കേട്ടോ. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള എൻ്റെ സ്വന്തം അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഇലിമ്പിക്കയാണ് കേട്ടോ നമ്മളിന്ന് അച്ചാറിടാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ: ഇലിമ്പിക്ക, വെളുത്തുള്ളി, ഇത്രയും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇഞ്ചി ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒരു കയ്പ്പായിരിക്കും. അപ്പോൾ വേണ്ടത് ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നല്ലെണ്ണ ഒഴിച്ചു. ഇനി നമ്മുടെ ഇലിമ്പം പുളി ഒന്ന് വാട്ടി ഒന്ന് എടുക്കുക. നല്ലെണ്ണയിൽ ഒത്തിരി ഭയങ്കരമായിട്ട് വാട്ടിയൊന്നും എടുക്കണ്ട കേട്ടോ. ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊരു പാക മൂപ്പാണ്, ഒരു മീഡിയം മൂപ്പിലുള്ള ഇലിമ്പപ്പുളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഇലിമ്പിക്കയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നല്ലെണ്ണയിൽ ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉപ്പും തിരുമ്മി വെച്ചിരിക്കുന്ന ഇലിമ്പപ്പുളിയാണ് കേട്ടോ, പ്രത്യേകം ഓർക്കണേ. ഈ ഒരു കളറിൽ വരെ പെട്ടെന്നൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതങ്ങ് കോരി മാറ്റുക കേട്ടോ. ഇനി കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മുടെ ഉലുവയും കടുവും കൂടെ പൊട്ടിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് പയ്യെ ഒന്ന് വാട്ടിയെടുക്കുക. വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറുന്ന വരെ പയ്യെ ഒന്ന് വാടി വരിക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള അച്ചാർ പൊടി, കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് കായവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ഒരു പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ശർക്കര, ഒരു കുറച്ച് ശർക്കര കേട്ടോ, ഒരു 3 സ്പൂൺ ശർക്കര ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നോടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. ഇനി നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന ഇലിമ്പിക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിനാണോ എന്ന് നോക്കുക. വിനീഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ സ്വന്തം സ്റ്റൈലിലുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ എങ്ങനെയുണ്ട്? വായിൽ കപ്പലോടുന്നുണ്ട് അല്ലേ? വേഗം വന്നാൽ തരാം കേട്ടോ.